നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. അസംചുരിക്ക് കൃഷി ആരംഭിച്ച് ശ്രദ്ധേയനായ അജ്മലിന്റെ കൃഷിയിടത്തിൽ വിളവെടുപ്പ് നടത്തി. വാരപ്പെട്ടിലെ 2 ഏക്കർ സ്ഥലത്ത് അസംചുരിക്ക കൃഷിയുടെ വിളവെടുപ്പാണ് നടത്തിയത്. ഇതര സംസ്ഥാന ഉപഭോക്താക്കളെ ലക്ഷ്യമാക്കി അസംചുരക്ക കൃഷി ആരംഭിച്ച് ശ്രദ്ധേയനായ പല്ലാരിമംഗലം സ്വദേശി അജ്മലിന്റെ വാരപ്പെട്ടിയിലെ കൃഷിയിടത്തിൽ വിളവെടുപ്പ് നടത്തി. അസമിൽ നിന്ന് വിത്തുകൾ എത്തിച്ച് പരീക്ഷണ അടിസ്ഥാനത്തിൽ അടിവാട് 1/2 ഏക്കറോളം വരുന്ന സ്ഥലത്ത് കൃഷി ചെയ്തത് വിജയം നേടിയതിനെ തുടർന്നാണ് വാരപ്പെട്ടിയിൽ 2.5 ഏക്കർ സ്ഥലത്ത് അസംചുരക്ക കൃഷി ആരംഭിച്ചത്. ആദ്യ വിളവെടുപ്പിന് ശേഷം അടിവാട് ചെയ്തിരുന്ന കൃഷി സാമൂഹ്യദ്രോഹികൾ നശിപ്പിച്ചിരുന്നു. വിത്തുകൾ എത്തിക്കുന്നതിനും കൃഷികൾക്ക് ഒപ്പം നിൽക്കുന്നതിനും അജ്മലിന് കൂട്ടായുള്ളത് അസം സ്വദേശി ഉമ്മറാണ്. അജ്മലിനെ പോലെയുള്ള യുവാക്കൾ കാർഷിക രംഗത്തേക്ക് കടന്നു വരണമെന്ന് വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ വിളവെടുപ്പിന് ശേഷം പറഞ്ഞു. പല പ്രതിസന്ധി മറ്റ് പഞ്ചായത്ത് ചെയ്തപ്പോൾ സാമൂഹ്യ വിരുദ്ധർ ഇത് നശിപ്പിച്ചെങ്കിലും ഇച്ഛാശക്തി കൊണ്ട് തന്നെ വീണ്ടും വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ഏതാണ്ട് 2 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. അജ്മലിനെപ്പോലുള്ള ചെറുപ്പക്കാർ ഇതുപോലുള്ള കൃഷിയിലേക്ക് കടന്നു വരണം. ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ചെറുപ്പക്കാരെ കൃഷിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുക എന്നുകൂടിയുണ്ട്. തീർച്ചയായും ഈ അജ്മലിൻ്റെ ഇതുപോലുള്ള കൃഷിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും അജ്മൽ കൂടുതൽ കൃഷി ഈ വാരപ്പെട്ടി പഞ്ചായത്ത് ചെയ്യുവാൻ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. വാരപ്പെട്ടിയിൽ 2.5 ഏക്കർ സ്ഥലത്താണ് അജ്മൽ അസംചുരക്ക കൃഷി ചെയ്തത്. ഈ കൃഷിയിൽ പ്രധാനം കൃത്യമായ നനയാണെന്നും ഇതര സംസ്ഥാനക്കാർ മാത്രമല്ല പ്രദേശവാസികളും ഇപ്പോൾ അസംചുരക്ക തേടി വരാറുണ്ടെന്നും കൃഷിയുടമ അജ്മൽ പറഞ്ഞു. ഇപ്പോൾ എനിക്ക് ഈ ഒരു 2 ഏക്കർ ഭാഗത്തേക്ക് ഇപ്പോൾ വന്നപ്പോൾ അവിടെ ചെയ്തതിനേക്കാളും ആ ഒരു ചെറിയ പറമ്പിനേക്കാളും ഈ വലിയൊരു പറമ്പെടുത്ത് ചെയ്തപ്പോൾ കോസ്റ്റ് കാര്യങ്ങളെല്ലാം കുറവുണ്ട്. അതുപോലെ ഇവിടെയാണെങ്കിലും നമുക്കിപ്പോൾ ഡെയിലി വെള്ളം കൊടുക്കണം എന്നുള്ളൊരു കടമ മാത്രമാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത്. എല്ലാ ഭാഗങ്ങളിലേക്കും എനിക്കിത് വിൽപ്പനയ്ക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉപഭോക്താക്കൾ ഭായിമാരായിരുന്നു, വെളിയിൽ നിന്നുള്ള ഭായിമാരായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവരും ഇത് ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും ഇത് ചോദിച്ചു വരാൻ തുടങ്ങി. 2 മാസം പിന്നിടുമ്പോഴേക്കും ചുരക്കകൾ വിളവെടുപ്പിന് പാകമായിക്കൊണ്ടിരിക്കുകയാണ്. 2-3 കിലോ തൂക്കം വെച്ച കായകളാണ് പറിച്ചെടുത്ത് സമീപത്തെ മാർക്കറ്റുകളിൽ വിൽപ്പന നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കോളേജിന് നാക്കിൻ്റെ A++ അക്രഡിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ അതേ കോളേജ് ഓട്ടോണമസ് ആയി. ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ പഠനകാലം ഞങ്ങളുടെ കളറാ. UGയിലും PGയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല. നിർമ്മല കോളേജ് മൂവാറ്റുപുഴ, an inspiring journey into the future.